ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ട് ലൈസൻസിങ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്തെല്ലാം ചേഞ്ചസ് ആണ് ഓരോ മേഖലയിലും ഈ ഒരു ലിബറലൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിന്റെ ബാക്കി എന്നോണം നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോ ലിബറലൈസേഷൻ കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് നോക്കാനുള്ള ഏതാണ്? പ്രൈവറ്റൈസേഷൻ ആണ്. ഓക്കെ, ലിബറലൈസേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് പ്രൈവറ്റൈസേഷൻ നോക്കാം. അപ്പൊ പ്രൈവറ്റൈസേഷന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, പ്രൈവറ്റ് അല്ലെ, പ്രൈവറ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വകാര്യവൽക്കരണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും പ്രൈവറ്റൈസേഷൻ. അപ്പൊ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കമ്പനിയോ മറ്റോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലോ അല്ലെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്കോ എത്തുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓണർഷിപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഓണർഷിപ്പ് വേണ്ടാന്ന് വെക്കുക അല്ലെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് പ്രൈവറ്റൈസേഷൻ നടത്താം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് പ്രൈവറ്റൈസേഷൻ നടത്താം. ഒന്നാമത്തെ രീതിയാണ്, ഇപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് വിഡ്രോ ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഇതൊരു സ്വകാര്യ വ്യക്തിക്ക് വിൽക്കാം. ഇപ്പൊ രണ്ട് രീതിയുണ്ട്. ഇപ്പോ നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇത് എ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓണർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോ ഗവൺമെന്റിന് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ എയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഓണർഷിപ്പിൽ നിന്ന് ഇങ്ങ് പിൻവാങ്ങാം. അതായത് ഇനി തൊട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ കമ്പനിയുടെ ഓണർഷിപ്പ് എടുക്കുന്നില്ല, ഞങ്ങളത് ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണെന്നും പറഞ്ഞ് ഗവൺമെന്റിന് അങ്ങനെ എന്ത് ചെയ്യാം, ഒരു ഗവൺമെന്റ് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റാം, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ നടത്താം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ എ എന്ന് പറയുന്ന ഒരു കമ്പനിയെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ബി എന്ന് പറയുന്ന മറ്റൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിലേക്കോ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ മറ്റൊരു രീതിയിൽ, രണ്ടാമത്തെ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് വിഡ്രോയൽ ആണ്, ഒന്നെങ്കിൽ ഗവൺമെന്റിന് ഓണർഷിപ്പ് നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് വിൽക്കാം. അപ്പൊ എന്താണ് പ്രൈവറ്റൈസേഷൻ, അത് എങ്ങനെയൊക്കെയാണ് രണ്ട് രീതിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്തത്, ഇനി ഗവൺമെന്റ് ഇത്തരത്തിൽ പബ്ലിക് എന്റർപ്രൈസുകളുടെ ഒരു ഭാഗം ഇങ്ങനെ വിൽക്കുന്നതിനെ നമ്മൾ ഒരു പേര് പറയും. അതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലെ. ഇപ്പോ എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് ഒന്നുകൂടെ ഒന്ന് വിചാരിക്കണം. അപ്പൊ ഈ എ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഭാഗം, അതായത് ഈ കമ്പനിയുടെ ഒരു ഷെയറോ പ്രോഫിറ്റോ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ അത് ഏതെങ്കിലും ഒരു, അതായത് ഇപ്പൊ നമ്മളത് പബ്ലിക് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു, അതായത് ഇപ്പൊ അതൊരു പബ്ലിക് ആവാം, ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആവാം, അവർക്ക് കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാ ഗവൺമെന്റ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു എന്നിരിക്കട്ടെ, ഗവൺമെന്റ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു സാമ്പത്തിക അച്ചടക്കം അല്ലെ. ഇപ്പൊ നമുക്ക് ഒരുപാട് കടമൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെന്റിന്റെ കമ്പനി ഇങ്ങനെ അതിന്റെ ഒരു ലാഭത്തിന്റെ ഒരു ഭാഗം പബ്ലിക്കിൽ ഇങ്ങനെ വിറ്റ്, അതായത് അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മോഡേണൈസേഷനും മറ്റൊരു കാര്യമാണ്. മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യമാണ് BSNL എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ BSNL കുറിച്ചിട്ട്. BSNL ആക്ച്വലി ഒരു ഗവൺമെന്റ് ഓൺഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഈ BSNL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള എയർടെലോ ജിയോയോ ആയിട്ടോ ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തില് ഭയങ്കര, അതായത് എല്ലാ ആൾക്കാർക്കും അവരുദ്ദേശിക്കുന്ന തരത്തിലൊരു ഇന്റർനെറ്റ് കണക്ഷനോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു കമ്പനിയായിട്ടാണ് BSNL കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ ഈ BSNL മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി,
ഇതിനെ ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ടോ ഒന്നെങ്കിൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിക്ക് അത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ പുതിയ പുതിയ കോമ്പറ്റീഷൻ കൊണ്ടുവരും. ചിലപ്പം ഇത്ര കുറഞ്ഞ വിലയ്ക്കൊന്നും ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ മറ്റ് എന്താണ് ഇതിന്റെ ഒരു മോഡേണൈസേഷൻ, ഇതിനുള്ളിൽ ഒരു എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കും. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന പി എസ് യു എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളാണ്. അപ്പം ഈ പി എസ് യുകളുടെ ആ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ അവർ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഒരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളുടെ ഒരു ഭാഗം അല്ലെ, അതിന്റെ ചിലപ്പോ എന്താണ് ആ ഒരു പി എസ് സികളുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ ഇക്വിറ്റി, അതിന്റെ ഒരു ഭാഗം നമ്മൾ ഷെയർ എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനും മോഡേണൈസേഷൻ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്, അതുപോലെ പെർഫോമൻസ് കൂട്ടാനൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ അപ്പൊ ഇത് മാത്രമല്ല, ഈ ഗവൺമെന്റ് ഇത്തരത്തിൽ പ്രൈവറ്റൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് എഫ് ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് പുറത്ത്, അതായത് ഇപ്പൊ നമ്മുടെ രാജ്യമാണെങ്കിൽ ഈ രാജ്യത്തിന് പുറത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ നടത്തും അല്ലെ, ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപങ്ങൾ നടത്തും. അപ്പൊ അത് കൂട്ടാനും നമുക്ക് സാധിച്ചേക്കും. ഓക്കെ, പ്രൈവറ്റൈസേഷൻ വഴി നമുക്ക് സാധിച്ചേക്കും. ഇപ്പൊ പല ഗവൺമെന്റ് കമ്പനികളെയും സ്വകാര്യവൽക്കരിക്കുന്നത് വഴി അത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുകയും അതുപോലെ പുറത്തു നിന്നുള്ള വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ ഇടയ്ക്കൊക്കെ ഈ റെയിൽവേ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് റെയിൽവേ ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദാനി അംബാനി ഗ്രൂപ്പുകൾക്കൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടുത്തെ ഇത്രയും ചീപ്പ് റേറ്റിന് നമുക്ക് പിന്നെ യാത്രയൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എഫിഷ്യൻസി കൂടും അല്ലെ. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അല്ലാത്ത വളരെ മികച്ച തരത്തിലുള്ള ട്രെയിനുകളും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. അപ്പം എല്ലാത്തിനും ഗുണവും ദോഷവും ഉള്ളതുപോലെ തന്നെ ഈ പ്രൈവറ്റൈസേഷനും ഗുണവും ഉണ്ട് ദോഷവും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ പ്രൈവറ്റൈസേഷൻ എന്താണെന്നും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് ഓർത്തിരുന്നോണേ. ഇനി അടുത്തതാണ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളെ നോക്കാം. അപ്പം പണ്ട് നമ്മുടെ ഇന്ത്യയില് ഇതിന് പല പല സ്റ്റാറ്റസ് ഇപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിനെ പല തട്ടുകളായിട്ട് തിരിക്കാറുണ്ട്. മഹാരത്നാസ്, നവരത്നാസ്, അതുപോലെ തന്നെ മിനി രത്നാസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറൊന്നും ഇവിടെ ഓർത്തു വെക്കാനായിട്ടില്ല. പക്ഷെ ഈ മഹാരത്നയുടെയും നവരത്നയുടെയും മിനിരത്നയുടെയും എക്സാമ്പിളുകൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പൊ മഹാരത്ന എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒക്കെ മഹാരത്നയാണ്. അപ്പൊ അതായത് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ടേൺ ഓവർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവരെ പലതായിട്ട് തിരിക്കുന്നത്. ഇപ്പൊ മഹാരത്ന എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന വലിയ കമ്പനിയാണ് അല്ലെ. അതുപോലെ സെയിൽ എന്ന് പറയും, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയില്. പിന്നെ നവരത്നക്കകത്താണ് HAL വരുന്നത്. HAL എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അത് നവരത്നക്കകത്ത് വരുന്നതാണ്. പിന്നെ MTNL എന്ന് പറയും. MTNL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, MTNL. ഓക്കെ, അപ്പൊ ഇതൊക്കെ നവരത്നാസും മഹാരത്നാസും ആണ്. ഇനി അടുത്ത മിനിരത്ന പേര് പോലെ തന്നെ നമ്മുടെ BSNL, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRCTC അറിയായിരിക്കുമല്ലോ, നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ വാങ്ങുന്ന IRCTC. അപ്പൊ ഇതെല്ലാം മിനിരത്നാസിനൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഇത് ഓരോന്ന് ഇതിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കിയിരിക്കുക. അപ്പൊ മഹാരത്നക്കകത്താണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വരുന്നത്. നവരത്നയിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് വരുന്നത്. മിനിരത്നാസിലാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈവറ്റൈസേഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് പ്രൈവറ്റൈസേഷൻ, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൈവറ്റൈസേഷൻ ചെയ്യാം, എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതുപോലെ തന്നെ മിനിരത്ന, മഹാരത്ന, നവരത്ന, ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റൈസേഷന് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പൊ LPG പോളിസീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. LPGയിൽ നമ്മൾ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഗ്ലോബലൈസേഷനിലേക്ക് പോവാം. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മളെ ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സുഖമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, ഒരു പാടുമില്ല. അതിന് നമുക്ക് ടെക്നോളജി ഉണ്ട്, സംഭവങ്ങളുണ്ട്. അതുപോലെ നമ്മൾ പല ആൾക്കാരും നമുക്കൊക്കെ അറിയാവുന്ന ആൾക്കാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി എടുക്കുന്ന അല്ലെ, വർക്ക് ഫ്രം ഹോം ഒക്കെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ പുറത്തെ രാജ്യങ്ങളിലേക്ക് ജോലി എടുക്കുന്നതും അങ്ങനത്തുള്ള സംഭവങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇക്കോണമി ഓഫ് ദ കൺട്രി വിത്ത് എ വേൾഡ് ഇക്കോണമി അല്ലെ. അതായത് നമ്മുടെ വേൾഡ് ഇക്കോണമിയുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഇക്കോണമിയെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വേൾഡ് ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമി കൂടെ കണക്ട് ആവുന്നതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അത് ഇന്ത്യൻ ഇക്കോണമി മാത്രമല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഇക്കോണമി അതിന്റെ പുറത്തുള്ള വേൾഡ് ഇക്കോണമിയായിട്ട് കണക്ട് ആവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബലൈസേഷൻ. അപ്പൊ ഇത് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഇത് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടിയാണ് അല്ലെ, ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഓക്കെ, അതായത് നമ്മുടെ പണ്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അങ്ങനെ ഭയങ്കര ഒരു സെൽഫ് സഫിഷ്യൻസിയുടെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമായിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പല പോളിസികളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിയടെ, ഇപ്പം റഷ്യ യുക്രൈൻ യുദ്ധം നടന്നു, അപ്പൊ അത് നമ്മുടെ ഇന്ത്യ അഫക്ട് ചെയ്തു. അല്ലെങ്കിൽ എന്താണ് ഇറാനിൽ അല്ലെ പലസ്തീനിലും ഇസ്രായേലിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നു. എവിടോ നടന്ന ഒരു കോവിഡ് നമ്മളെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഗ്ലോബലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ ഒരു നെഗറ്റീവായിട്ട് പറയുകയല്ല, എങ്കിലും നമ്മുടെ ഈ ലോകത്ത് എവിടെ ഒരു ചെറിയ കാര്യം നടന്നാലും അത് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്ലി അത് നമ്മുടെ എല്ലാ രാജ്യങ്ങളെയും അഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസും ഇന്റഗ്രേഷനും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇൻഡിപെൻഡൻസും ഇന്റഗ്രേഷനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളതോ സാമൂഹികമായിട്ടുള്ളതോ ഈ പറയുന്ന ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് പോലും ഇല്ല അല്ലെ. എല്ലാം കണക്റ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക, എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പൊ ഒരു രാജ്യത്തിന്റെ ഇക്കോണമിയെ നമ്മൾ ലോകത്തിന്റെ ഇക്കോണമിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക്, സോഷ്യൽ, ജോഗ്രഫിക്കൽ ഈ ബൗണ്ടറികളൊന്നും അവിടെ വരുന്നില്ല, എല്ലാം താണ്ടി അല്ലെ. ഇപ്പം നമ്മൾ പുറത്തൊരു രാജ്യത്ത് ജോലി എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എയർലൈൻ സർവീസുകളും സംഭവങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇപ്പം അമേരിക്കയ്ക്ക് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ ചെറിയൊരു ടോപ്പിക് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷന്റെ ആ ഒരു ഇത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്ത് എവിടെ നടന്നാലും, ഇത് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളായാലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് എന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്തെ അഫക്ട് ചെയ്യും അല്ലെ, നമ്മുടെ രാജ്യത്തെ അഫക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ലോകമെല്ലാം ഒന്നെന്നുള്ള നമ്മൾ വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ. അതായത് ബോർഡർ ഒന്നും ഇല്ല, ബോർഡർ ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചതാണ് അല്ലെ. അല്ലാതെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഔട്ട്സോഴ്സിംഗ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് അകത്ത് ഇരുന്നിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്, ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക, ഇന്ത്യക്ക് അകത്ത് ഇരുന്നിട്ട് ഒരാള് ജപ്പാന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടിയിട്ടോ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ കാരണം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഔട്ട്കം ആയിട്ട് അല്ലെ കോൺസിക്വൻസ് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ചില രാജ്യങ്ങള് മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് എടുക്കും. ഓക്കെ, ഇപ്പൊ നേരത്തെ ഇപ്പൊ അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെയാണ് നേരത്തെ ഒരാള് അയാൾക്ക് വേണ്ട സർവീസുകൾ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അയാൾ അവിടെ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യും, പുറം രാജ്യങ്ങളിൽ നിന്ന്, നമ്മൾ പുറംവാങ്ങൽ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് മലയാളത്തിൽ. അപ്പൊ പുറത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരുടെ സേവനങ്ങൾ സ്വീകരിക്കും. ഓക്കെ, നമ്മുടെ രാജ്യത്തിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി ചോദിക്കും. അങ്ങനെ പുറത്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി ഉള്ള മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഹെൽപ്പ് ചോദിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. പുറത്തു നിന്ന് നമ്മൾ സോഴ്സ് ചെയ്യാണ് അല്ലെ. അപ്പൊ അത് ഏതൊക്കെ മേഖലകളിലാണ് പ്രയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ലീഗൽ അഡ്വൈസ് പറയാം, കമ്പ്യൂട്ടർ സർവീസ് പറയാം, അഡ്വർടൈസ്മെന്റ് പറയാം, സെക്യൂരിറ്റി പറയാം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അല്ലെ.
അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എക്സ്റ്റേണൽ സോഴ്സുകളുടെ കയ്യിൽ നിന്നായിരിക്കും റെഗുലർ സർവീസുകൾ സ്വീകരിക്കുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ പുറം രാജ്യത്ത് നിന്നൊക്കെ ആൾക്കാരെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് കാരണങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയില് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂരോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല പല ഇന്റർനാഷണൽ കമ്പനികൾക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക് സിറ്റികളും സംഭവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഔട്ട്സോഴ്സിംഗ് ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയാണോ അവർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഇന്ത്യക്ക് പുറത്ത് വേറെ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് അകത്തിരുന്നവര് വർക്ക് ചെയ്യാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയില് നല്ല എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് ഔട്ട് ആയി ഇറങ്ങുന്ന നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇനി അവർക്ക് അമേരിക്ക കൊടുക്കുന്ന പോലത്തെ സാലറിയാണോ അവിടെ കൊടുക്കുന്നത്? അല്ല, അവർക്ക് ഇന്ത്യയില് ജീവിക്കാൻ പറ്റുന്നതിനനുസരിച്ചിട്ടുള്ള സാലറി കൊടുത്താൽ മതിയാവും. ഓക്കെ, അതായത് ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സാലറി ആയിരിക്കും IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. അപ്പോ ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി കൂടി വരികയാണെന്നുള്ള കാര്യം അറിയാം അല്ലെ. ഇപ്പോ ഈ IT ഒക്കെ വന്നതോടുകൂടി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഇപ്പം IT ഫീൽഡ് അല്ലെ, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ടെക്നോ പാർക്ക് പോലത്തുള്ള, അല്ലെ ഇൻഫോ പാർക്ക്, കൊച്ചിയിൽ ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക്, ഇങ്ങനത്തെ ഉള്ള ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ പോലും ഇതിന്റെ ഒരു ത്രൈവ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇതിങ്ങനെ കൂടി കൂടി വരികയാണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനെയാണ് ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു രാജ്യം പുറത്തുള്ള ഒരു രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ജോലിക്കാരെ എടുത്ത് ജോലി ഏൽപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ്. ഇപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് സർവീസുകൾ ഉണ്ട്. അതായത് വോയിസ് ബേസ്ഡ് ബിസിനസ് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, വോയിസ് ബേസ്ഡ് ബിസിനസ് പ്രോസസ്സുകൾ, റെക്കോർഡ് കീപ്പിംഗ്, അക്കൗണ്ടൻസി, ബാങ്കിങ് സഹായങ്ങൾ, മ്യൂസിക് റെക്കോർഡിംഗ്, ഫിലിം എഡിറ്റിംഗ്, ഇങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങൾ, ഇന്ത്യ പോലത്തുള്ള, ഇപ്പം ടീച്ചിങ്, നിങ്ങൾക്ക് മറ്റേ പ്ലാനറ്റ് സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതറിയായിരിക്കുമല്ലോ, ഒരു പ്ലാറ്റ്ഫോം. അതായത് അമേരിക്കൻ എന്താണ് സ്റ്റുഡൻസിനെ ഇന്ത്യക്കാര് പഠിപ്പിക്കുന്നു. അവർക്ക് ഭയങ്കരമായിട്ടുള്ള സാലറി ഒക്കെ കൊടുക്കും. പക്ഷെ ഈ പറയുന്നത് പോലെ അത് അമേരിക്കക്കാരെ സംബന്ധിച്ചിട്ടും ലാഭമാണ് അല്ലെ. കാരണം അവർ അവരുടെ നാട്ടിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറവ് മാത്രം ട്യൂഷൻ ഫീ ഇന്ത്യയിലെ ആൾക്കാർക്ക് കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ മോഡേൺ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന സർവീസുകളെല്ലാം കൂടുതലും IT ഫീൽഡ് വഴിയാണ്, കമ്പ്യൂട്ടറുകൾ വഴിയാണ്. അപ്പൊ നമുക്കത് എന്താണ് ഈ പറയുന്നത് പോലെ ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടിനെന്റ്സിലൂടെ നാഷണൽ ബൗണ്ടറീസ് ഒക്കെ കടന്ന് ഈ സാധനങ്ങൾ കൊടുക്കാനും പറ്റും എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇതിൽ BPO എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഞാൻ കുറച്ച് ഇത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. BPO എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കോൾ സെന്ററുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഈ ചില കമ്പനികളുടെ ഒക്കെ കസ്റ്റമർ, ഈ പുറത്തുള്ള കമ്പനികളുടെ ഒക്കെ കസ്റ്റമർ കെയർ ഒക്കെ ഇന്ത്യക്ക് അകത്തായിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ സർവീസ് കൊടുക്കുന്ന കേസുകളും കാണാൻ പറ്റും. അപ്പൊ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പെപ്സി, കൊക്കക്കോള പോലത്തുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ കമ്പനികളാണെങ്കിൽ പോലും, പുറത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ കമ്പനികളാണെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പർ കോസ്റ്റ് ആണ് അല്ലെ, അവർക്ക് സാലറി എന്നൊന്നും പറയുന്നത് വലിയ കാര്യമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്കില്ലുണ്ട്, ആക്യുറസി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സ്കില്ലുണ്ട്, ആക്യുറസി ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഭയങ്കര കുറവാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതായത് പൈസയൊക്കെ ഭയങ്കര കുറച്ച് കൊടുത്താൽ മതി, എന്നാൽ നല്ല ടാലന്റും ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1991 ശേഷം നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ഔട്ട്സോഴ്സിങ്ങിനെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ചീപ്പർ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്കിൽസ് ഭയങ്കര കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതാണ് ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സിങ്. ഇതും പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. വളരെ ശ്രദ്ധിച്ചെഴുതി കഴിഞ്ഞാൽ ഇത് നമുക്ക് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും കേട്ടോ. അതായത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഔട്ട്സോഴ്സിംഗ് കൂടിയെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ചീപ്പർ കോസ്റ്റ് ആൻഡ് ഹൈ സ്കിൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കണം. നമ്മൾ പഠിച്ചത് ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളതാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഇത് അത്യാവശ്യം നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യമൊക്കെ തന്നെയായിരിക്കും അല്ലെ. WTO ഫൗണ്ട് ചെയ്തത് എന്നാണ്? 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കുക, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്, ഗാട്ട് എന്ന് പറയും. അപ്പൊ ഈ ഗാട്ടിന്റെ ഒരു
നമ്മൾ പറയത്തില്ലേ ഒരു പിൻതലമുറക്കാരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ WTO എന്ന് പറയുന്നത്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ഓക്കെ, ട്രേഡ് ആൻഡ് താരിഫ്, താരിഫ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ് അല്ലെ. അപ്പൊ അതാണ് WTO എന്ന് പറയുന്നത്. 1995 WTO ഫൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഗാട്ട് വരുന്നത് 1948 23 രാജ്യങ്ങളായിരുന്നു ആദ്യം അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ രാജ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു ട്രേഡ് അല്ലെ, ട്രേഡ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഈ ഗാട്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുക, എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതായിരുന്നു WTOയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. 1948 ഇത് സ്ഥാപിതമാകുന്നത്. 1948 അതുപോലെ 23 രാജ്യങ്ങൾ കേട്ടോ, 23 രാജ്യങ്ങളായിരുന്നു ആദ്യം ഇതില് ഉണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ WTO എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റെജീം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായിട്ട് എല്ലാത്തിനും റൂൾസ് ഉണ്ട്. അപ്പൊ റൂൾസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പോ എന്താണ്, ഇപ്പൊ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ഇങ്ങനെ അടിച്ചമർത്തി ട്രേഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് കൃത്യമായിട്ടുള്ള റൂൾസും ലോസും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ അതാണ് WTO എന്ന് പറയുന്നത്. 1995 വന്നത്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് 1948 വന്നു. ഗാട്ട് വന്നതാണ് 1948. അതിന്റെ പേര് മാറി WTO എന്ന് വരുന്നത് 1995 23 രാജ്യങ്ങളാണുള്ളത്. അതിന്റെ 23 രാജ്യങ്ങളുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൾട്ടിലാറ്ററൽ 23 രാജ്യങ്ങളോട് കൂടി വന്നതാണ് കേട്ടോ. ആ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ തരിക. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള റൂൾസും സംഭവങ്ങളും ഉണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് കൂടാതെ അതിന്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടുക അല്ലെ, പ്രൊഡക്ഷൻ കൂട്ടുക. അതുപോലെ തന്നെ ട്രേഡ് ഓഫ് സർവീസസ് ഇത്തരത്തിൽ ഗ്ലോബലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക. അതുപോലെ നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുക, നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ വരുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതായത് നമുക്കറിയാം നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവും എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അതിരില്ലെന്നുള്ള കാര്യമാണ് നമ്മൾ എല്ലാ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഉള്ള റിസോഴ്സസിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനും അതുവഴി ഏറ്റവും മികച്ച പ്രൊഡക്ഷനും ട്രേഡും എൻവയോൺമെന്റിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു WTOയുടെ മറ്റ് ലക്ഷ്യങ്ങളായിട്ട് അതിന്റെ പർപ്പസുകളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ WTOയില് ട്രേഡ് ഇൻ ഗുഡ്സ് മാത്രമാണോ വരുന്നത്? അല്ല, അതിനകത്ത് സർവീസുകളും വരും കേട്ടോ, സർവീസുകളും വരും. ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള സർവീസുകളും അതിനകത്ത് വരും. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള, ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടു എന്നുള്ള മീനിങ് ആണല്ലോ. ഇപ്പൊ രണ്ടു പേരാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈലാറ്ററൽ എന്നും, രണ്ടിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് മൾട്ടിലാറ്ററൽ എന്നും പറയുന്നത്. ഓക്കെ, മൾട്ടിലാറ്ററൽ എന്നും പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, താരിഫ് ഒക്കെ ഒഴിവാക്കി കൊടുക്കുക, അതുപോലെ നോൺ താരിഫ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഒഴിവാക്കി കൊടുക്കുക അല്ലെ. താരിഫ് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് പോലെയുള്ള അങ്ങനത്തെ ഉള്ള കോട്ട അല്ലെ, നമ്മൾ കോട്ടയൊക്കെ പഠിച്ചില്ലായിരുന്നോ? അതായത് ഇത്ര സാധനമേ ഒരു സ്ഥലത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഉള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി കൊടുത്ത് നമ്മുടെ എക്കോണമിയെ ടോട്ടലി ഓപ്പൺ ചെയ്തിടുക. എല്ലാ മെമ്പർ കൺട്രീസിനും എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഒതുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ WTOയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഗുഡ്സ് മാത്രമല്ല സർവീസസും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യ WTOയിൽ മെമ്പർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇന്ത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള റൂൾസും റെഗുലേഷൻസും മറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ WTO ഇന്ത്യയുടെ ഒരു എന്താണ് പ്രമുഖമായിട്ടുള്ള, ഇന്ത്യ അതിനകത്തൊരു പ്രമുഖമായിട്ടുള്ള റോള് തന്നെ വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ ഈ പറയുന്ന ലിബറലൈസേഷനും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ WTO തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിബറലൈസേഷൻ പഠിച്ചപ്പോ അവിടെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ പഠിച്ചു. അന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കിയതും താരിഫ് റേറ്റ് ഒഴിവാക്കിയതും ഒക്കെ പഠിച്ചു. അപ്പൊ അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ WTO ആയിട്ട് ചേർന്ന് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റ്മെന്റുകളാണ് കേട്ടോ. അതായത് ഇപ്പം ഒരു സാധനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഇല്ല ഇപ്പോ. അതായത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നേരത്തെ ഇത്ര കിലോ സാധനം മാത്രമേ ഇത്ര ടൺ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് സാധനം മാത്രമേ അലൗഡ് ആയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല. ഓക്കെ, അതുപോലെ തന്നെ താരിഫ് റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, താരിഫ് എന്ന് പറയുമ്പോൾ ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ്. ഇമ്പോർട്ടിന് മേലുള്ള ടാക്സും കുറച്ചു, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസും എല്ലാം എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത്, ചില ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
അപ്പൊ ഇന്ത്യ ഈ WTOയിൽ മെമ്പർ ആയിട്ടിരിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഗുണം വല്ലതും ഉണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓക്കെ, കാരണം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും സ്റ്റിൽ എന്താണ്, ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലെ, ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഡെവലപ്പിംഗ് കൺട്രി ഇങ്ങനെ WTOയിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ ഈ WTOയിൽ മെമ്പർ ആയിട്ട് ഇരിക്കുന്നതിന് ഇന്ത്യക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പറയുന്നത് ഇന്ത്യ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി, സോ ഇന്ത്യക്ക് പ്രത്യേകിച്ച് റോളൊന്നും അതിനകത്തില്ല. കാരണം WTOയുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അവിടുത്തെ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് എവിടെയാണ്, ഡെവലപ്ഡ് രാജ്യങ്ങളാണ് അല്ലെ, അമേരിക്ക, ജപ്പാൻ അങ്ങനത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് മിക്കവാറും ഈ പറയുന്ന WTOയുടെ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു മേജർ വോളിയവും കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യം അവിടെ മെമ്പറായിട്ടിരിക്കുന്നതിനകത്ത് കാര്യമുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്താണ്, ഡെവലപ്പിംഗ് കൺട്രീസിന് പല സാഹചര്യങ്ങളിലും ഈ ഡെവലപ്ഡ് കൺട്രീസ് പറ്റിക്കുന്നത് പോലെ തോന്നും. അതായത് ഇപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം, ഇപ്പൊ അമേരിക്ക പോലെ ഒരു രാജ്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തിനകത്ത് കൊടുക്കുന്ന അഗ്രികൾച്ചറൽ സബ്സിഡികളുടെ ഒക്കെ മേല് കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്, ഈ പറയുന്ന പുറത്തുനിന്നുള്ള രാജ്യങ്ങൾക്ക് ഈ പറയുന്ന എന്താണ്, ഇപ്പൊ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് കൊണ്ടുവന്ന് മാർക്കറ്റ് ഇടാനായിട്ട് പറ്റും. ഇപ്പൊ ഇന്ത്യയിലെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ ചെന്നിട്ട് സുഖമായിട്ട് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാം, അവരുടെ മാർക്കറ്റ് ഇടുകയും അവരെ പറ്റിക്കുകയും ചെയ്യാം. പക്ഷെ തിരിച്ചു ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു ഡെവലപ്പിംഗ് രാജ്യത്തിൽ ഒരു ഡെവലപ്ഡ് രാജ്യത്തിലേക്ക് കയറി അവർക്ക് ആ ഒരു എന്താണ് ഈ മാർക്കറ്റ് തുടങ്ങാൻ എളുപ്പമായിരിക്കുമോ? അല്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു ഡെവലപ്ഡ് രാജ്യമുണ്ട്, ഇപ്പം നമ്മുടെ ഇപ്പൊ ഇന്ത്യയും USA എടുക്കാം. ഇപ്പൊ ഇന്ത്യ പോലെ ഒരു ഡെവലപ്ഡ് രാജ്യമുണ്ട്, ഡെവലപ്പിംഗ് രാജ്യമുണ്ട്, USA പോലെ ഒരു ഡെവലപ്ഡ് രാജ്യമുണ്ട്. അപ്പം ഇന്ത്യയിലേക്ക് US-ന്റെ സാധനങ്ങൾ ഇറക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് USA-ലേക്ക് സാധനം പോകാൻ കുറച്ച് പാടായിരിക്കും അല്ലെ, കുറച്ച് പാടായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു രീതി. ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന് പലപ്പോഴും എന്താണ് അവരുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം USA-ക്ക് അത്ര നിർബന്ധമില്ല. കാരണം അവർക്ക് എന്താണ്, അവർക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും സംഭവങ്ങളും WTOയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ഇവിടെ ഒരു മുൻതൂക്കം ഉണ്ടെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അഗ്രികൾച്ചറൽ സബ്സിഡി ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർ പരാതിയും കൊണ്ട് വരും ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ. പക്ഷെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് അത്രയും വലിയ വോയിസ് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് നോക്കി, അത് ചെയ്യുന്ന ഡിഫറെന്റ് രീതികൾ നോക്കി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ ഗുണങ്ങള്, മഹാരത്ന, മിനിരത്ന, നവരത്ന പോലത്തുള്ള കാര്യങ്ങള്, ഗ്ലോബലൈസേഷൻ എന്താണെന്നും ഔട്ട്സോഴ്സിങ് എന്താണെന്നും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.